ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഗോതമ്പ് പുട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ട്? എനിക്ക് വല്ലപ്പോഴും കഴിക്കാൻ ഇഷ്ടമുണ്ട്. ഇന്ന് ഈവനിങ് നമുക്ക് ഗോതമ്പ് പുട്ടും നമ്മുടെ കൂൺ റോസ്റ്റും ഉണ്ടാക്കാം. കൂൺ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, മസാല, ഉപ്പും ചേർത്ത് ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് ചെറിയ ചെറിയ പീസ് തേങ്ങ കഷ്ണങ്ങളാണ്. നമുക്കൊന്ന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന തേങ്ങ കഷ്ണങ്ങളൂടെ ഇട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതിലോട്ട് നമ്മുടെ കൂണും കൂടെ തട്ടി ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ചെറിയ 2 സവാള, ഒരു പകുതി തക്കാളി, ഇതെല്ലാം കൂടെ മുറിച്ചെടുത്തിട്ട് ഒരു പാനിലോട്ടിട്ട് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് വഴറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പുട്ടിൻ്റെ പരിപാടി തുടങ്ങാം. ഒരു പാത്രത്തിൽ 2 പേർക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പുട്ടിൻ്റെ പൊടി തട്ടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് തേങ്ങ, ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ, കുറേ ആദ്യമേ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ട കിട്ടും. ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് വഴറ്റി മാറ്റി വയ്ക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് നമ്മുടെ പുട്ടുകുറ്റിയിൽ മാവ് നിറച്ച് ഇടയ്ക്കിടയ്ക്ക് തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് നിറച്ചിട്ട് സ്റ്റൗവിലോട്ട് വയ്ക്കാം, അടുപ്പിലോട്ട് വയ്ക്കാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതാ അടിപൊളിയായിട്ട് ചൂട് പൊട്ടായിട്ടുണ്ട്. അതിലോട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റോസ്റ്റും കൂടെ വെച്ച് ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായ ലൈക്ക്, ഷെയർ.